വിലങ്ങാട് പ്രകൃതിക്ഷോഭത്തിനിരയായവരെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ എം.പി. വലിയ നാശനഷ്ടമുണ്ടായിട്ടും സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. വയനാടിന്റെ അതേ പരിഗണന വിലങ്ങാടും വേണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. വിലങ്ങാട് പ്രകൃതിക്ഷോഭത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ എം.പി. പറഞ്ഞു. കൃത്യമായ ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. വലിയ നാശനഷ്ടമാണ് വിലങ്ങാടുണ്ടായത്. വയനാട്ടിൽ ഉള്ളതുപോലെയുള്ള ശ്രദ്ധ വിലങ്ങാടും ആവശ്യമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വിലങ്ങാട് ഉണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി പലതവണ പല കുറിയായി പല അവസരങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവരും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. 5 മന്ത്രിമാർ അവിടെ വന്നതാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ വന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് ആ കാര്യം ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്നുള്ള ഉറപ്പും വാക്കും പലതവണ പറയപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ 100-ലധികം വീടുകൾ പ്രഥമദൃഷ്ട്യാ തന്നെ വാസയോഗ്യമല്ലാതായിരിക്കുന്ന വിലങ്ങാട് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ഈ സന്ദർശനങ്ങൾക്കപ്പുറത്തേക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള വിഷമകരമായ സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പലതും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടുത്തെ ജനങ്ങളും എന്താണ് അവരുടെ കാര്യത്തിലൊരു നടപടി, അടിയന്തര സഹായം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം വയനാടിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് പോലെ കൃത്യമായിട്ടുള്ളൊരു അടിയന്തര സഹായവും ഒരു പാക്കേജും ഒക്കെ പ്രഖ്യാപിക്കേണ്ട സമയം വിലങ്ങാടും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക. വടകര കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായിട്ടാണ് വിലങ്ങാട് നിൽക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ആശ്വാസത്തിനും സഹായത്തിനും എത്തുന്ന നടപടികൾ, ഇനി പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ സഹായിക്കുമെന്നുള്ള വാക്കുകളോ അല്ല വേണ്ട, നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുന്നു. വിലങ്ങാട് സർവ്വതും നഷ്ടപ്പെട്ടവർ നിരവധി തവണ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തി. എന്നാൽ സർക്കാർ സംവിധാനങ്ങളൊന്നും വേണ്ടത്ര ഗൗരവം കാണിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം സ്ഥലത്ത് എത്തുകയും ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. സർവ്വതും നഷ്ടപ്പെട്ട ആളുകൾക്ക് സഹായം ഉടൻ എത്തിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.